അങ്ങനെ ബിഗ് ബോസിൻ്റെ മണി ബാങ്ക് എന്ന ആ ഒരു ഗെയിമിൽ മൂന്നാമത്തെ ടാസ്ക് വന്നിരിക്കുകയാണ്. മണി മണി എന്നാണ് ടാസ്കിൻ്റെ പേര്. ആ ടാസ്കിൽ എല്ലാ കണ്ടസ്റ്റൻസിനും ഹെഡ് ഗിയർ മണിയോടുകൂടിയുള്ളൊരു ഹെഡ് ഗിയർ കൊടുക്കും. അത് തലയിൽ ഇങ്ങനെ വെക്കാൻ പറ്റും. അതിനകത്തൊരു മണി തൂക്കിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ബിഗ് ബോസ് ബസർ അടിക്കും. ആ ബസർ തൊട്ട് അടുത്ത ബസർ വരെ ആരും അനങ്ങാം, പക്ഷേ മണി കേൾക്കാൻ പാടില്ല. അപ്പം ഇതിനകത്ത് കളിയിൽ ഗെയിമിൽ ഇല്ലാത്ത നെവീനാണ് ഇത് കണ്ടുപിടിക്കേണ്ട ആൾ. ആരാണ് മണി അനക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ അടുത്തുനിന്ന് മണിക്കകത്തുനിന്നാണ് സൗണ്ട് കേൾക്കുന്നത് എന്ന് കണ്ടുപിടിക്കേണ്ട ആൾ നമ്മുടെ നെവീനാണ്. അപ്പോൾ 3 റൗണ്ട് ബിഗ് ബോസ് ആദ്യം കളിച്ചു. ബസർ ടു ബസർ ആയിരുന്നു, പക്ഷേ ആരും അനങ്ങിയില്ല. അതിനുശേഷം ബിഗ് ബോസിന് മനസ്സിലായത് ആരും അനങ്ങാൻ പോകുന്നില്ലെന്ന്. അതിനുശേഷം ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് കൊടുത്തു. കാല് പൊക്കി വെക്കുക, അതായത് ബസർ അടിക്കുന്ന സമയത്ത് കാല് പൊക്കി വെക്കുക, ഒറ്റ കാലിൽ നിൽക്കുക എന്നായിരുന്നു ടാസ്ക്. അപ്പം നമ്മുടെ നെവീൻ തന്നെയാണ് അത് നോക്കിയിരുന്ന ആൾ. അപ്പം ആദ്യത്തെ ഇതിനകത്ത് നമ്മുടെ സാബുമാൻ ഔട്ടായി. കാല് പൊക്കി സാബുമാൻ അധികം നേരം ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നെ ഔട്ടായത് അനീഷേട്ടനായിരുന്നു. അനീഷേട്ടൻ ഔട്ടായതിന് ശേഷം അക്ബർ, അതിനുശേഷം ഷാനവാസിക്ക, അതിനുശേഷം നമ്മുടെ നൂറ, അതിനുശേഷം ഔട്ടായത് നമ്മുടെ അനുമോളാണ്. അനുമോളെ കുറേ നമ്മുടെ നെവിനും അക്ബറും കൂടെ ചേർന്നിട്ട് ആക്രമിക്കുന്നുണ്ടായിരുന്നു. അനുമോളുടെ അടുത്ത് പോയി നിന്നിട്ട് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിവേ അനുമോൾ അവർ ഡിസ്റ്റർബ് ചെയ്തിട്ടല്ല അനങ്ങിയത്. അനുമോൾ കാല് വേദനിച്ചിട്ട് അനുമോൾ താഴെ കാല് കുത്തുമായിരുന്നു. എന്തായാലും നമ്മുടെ ആദിലാണ്. ഇപ്പം ആദില നൂറ് ആര് ജയിച്ചാലും ആ പൈസ അവർ അക്കൗണ്ടിലോട്ട് പോകും. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതിനെക്കുറിച്ച്. എന്തായാലും എനിവേ ആദിലയാണ് ആ ഗെയിമിൽ ജയിച്ചത്. ആദില കുറേ നേരം ഒറ്റ കാലത്ത് തപസ്സിരിക്കുന്ന പോലെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ആദില 25,000 രൂപ കൊണ്ടുപോയി.